അതെന്താ ചെയ്യുന്നത് നിങ്ങളിപ്പോ കാണിച്ചേ? നമ്മളിപ്പോൾ എസ്കലേറ്ററിലാണ്. മലയാളി കൈ കൈ ടാറ്റ ഇല്ല, മലയാളി ഫോക്കസ് ആവുള്ള. നമ്മള് ഡ്രസ് എടുക്കാനും പിന്നെ പുഷ്പയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. തേങ്ങയാണ് വഴി അറിയില്ലാത്തോണ്ട് ഇവരിവിടെ കിടന്ന് മട്ടൻ കറങ്ങുവാണ്. നല്ല ഇതാണ് ഞാൻ വാങ്ങാന്ന് പറഞ്ഞാണ്. അവൾ ഏതോ ബാഗിന്റെ കമ്പനിയുടെ കാര്യമൊക്കെ പറയുന്നു, അറിയില്ല. ഇത് സ്റ്റുട്ട്ഗാർട്ടിലെ ഒരു ഫേമസ് ജാപ്പനീസ് റെസ്റ്റോറന്റ് ആണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ നല്ല ഫുഡാ. തവളയുടെ കാല് നിർത്തിപ്പിടിച്ചു. ഒന്നുകൂടി പറഞ്ഞേ. മഞ്ഞത്തവളയുടെ കാല്. ഇതാണ് ക്രിസ്മസിന് ഒരുങ്ങിയിരിക്കുന്ന സ്റ്റുട്ട്ഗാർട്ട്. സോറി ഗൈസ്, ഫോക്കസ് ആയിട്ടില്ല. ഓക്കെ, ഇവിടെ ആദ്യമായിട്ട് വ്ലോഗ് എടുക്കണ കാരണം റോട്ടിൽ കിടന്ന് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എന്റെ അനിയത്തിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനും യാതൊരു ഐഡിയയും ഇല്ല. അപ്പൊ നമ്മള് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ പേര് വൈൽനാസ്റ്റൺ മാർക്കറ്റ് എന്നാണ് അല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? വ്ലോഗ് എടുക്കാൻ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. കാരണം നമ്മൾ ജർമ്മനിയില് മറ്റുള്ളവരുടെ പ്രൈവസി കൊടുത്തിട്ട് അല്ല, പ്രൈവസി കാരണം ഇതാണ് വൈൽനാസ് മാർക്കറ്റ്. ഓക്കെ, ഇതാണ് സ്റ്റുട്ട്ഗാർട്ടിന്റെ വൈൽനാസ് മാർക്കറ്റ്. ആകാശൂഞ്ഞാലില് കയറുന്നുണ്ടോ? ഇയാൾക്ക് ഓക്കെ, ഇനി അഭിനയിക്കാം. സത്യാവസ്ഥ എന്തെന്നാൽ ഇവള് ഒരു തവണ അതിൽ കയറിയിട്ട് തലയിറങ്ങി വീണതാണ്. ഇവൻ ഇതുവരെ ഒരു തവണ പോലും അത് കയറിയിട്ടില്ല, കാരണം പേടിയാണ്. ഗ്ലൂട്ട് വൈൻ കുഞ്ഞു കുടിക്കാൻ പോവാണ്. പക്ഷെ ഇതാ ഗ്ലൂട്ട് വൈൻ ഗ്ലൂ വൈൻ കുടിക്കാൻ പോവാണ്. പക്ഷെ അത് ആൽക്കഹോൾ ഫ്രൈ ആണ്. അതുകൊണ്ട് പേടിക്കാനില്ല. റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ അങ്ങനെ അടിക്കില്ല, നന്നായിട്ട് അടിക്കാവോ? ഇനി അടുത്താണ്. അതെ അതെ, ഞാനിനി കഷായമാണ്. കഷായം അരിഷ്ടം പുള്ളി വരച്ചു തുടങ്ങിയല്ലോ. ഇല്ല, ഇത് പോർട്രേറ്റ് വരയ്ക്കുന്ന ചേട്ടനാണ്. എന്താ പറയാനാ, ഇവര് മലയാളികളാണ് ഗൈസ്. അതാ മലയാളി കേട്ടു. വരച്ചു കഴിഞ്ഞതാണോ അതോ വരയ്ക്കാൻ തുടങ്ങണേ?
നമുക്കപ്പോ വരയുടെ തുടക്കങ്ങളാണ്. ഓക്കെ, വെറുതെ വരയ്ക്കുന്നത് ശരിയാണോ നോക്കാം. ഇവര് ബ്ലോഗ് ചേട്ടൻ വരച്ചു തുടങ്ങി. എറണാകുളത്ത് നിന്ന് ഒരു സ്ട്രേറ്റ് പിള്ളേരെടുത്തോണ്ട് പോകും. ഈ ഇവര് തന്നെ ഇതിന്റെ കമ്പനിക്കാരല്ലേ, അവര് തന്നെ പ്രായം പഠിപ്പിക്കുക. ഓക്കെ, നമുക്കിത് വരച്ച് കഴിഞ്ഞിട്ട് കാണാം. എനിക്ക് ക്ഷമയില്ല. ഇതാണ് റോസ്, ഇതാണ് ചേട്ടൻ വരച്ചത്. പക്ഷെ അവളുടെ തന്നെ ഒരു പാവക്കുട്ടി വെർഷൻ കേട്ടോ. ബ്ലഷ് ചെയ്യാണ് ഗൈസ്. ലാസ്റ്റ് ഈ പുള്ളി നമ്മളെ എടുപ്പിച്ചോളൂന്നായിട്ട് എനിക്ക് വന്നത്. ഇത്രയും മലയാളം പറഞ്ഞിട്ട് കോൺസെൻട്രേഷന് പോയിക്കണം. സോറി ഗൈസ്, ഇതാണ് ജർമ്മന്റെ അവസ്ഥ. എല്ലായിടത്തും കിസ്സാണ് സോറി, ഒരു ഫാമിലി വ്ലോഗാണ്. ഞങ്ങൾ ഇടക്കിടക്ക് മറന്നു പോകും. ഓക്കെ, ദെൻ നമ്മൾ ഒരു ഇന്ത്യൻ കട കണ്ടുപിടിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അതിനായി പോവുകയാണ്. ഇവിടെ നല്ല അടയ്ക്കോ ആണ് കടയുടെ എൻട്രി. ഇപ്പൊ നമ്മള് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് എന്തെങ്കിലും കഴിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് മിഷേലിന്റെ ഒപ്പം. മിഷേലായിട്ട് ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ കൂടെ വന്നത്. അപ്പൊ എൻ്റെ അനിയത്തി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. ഓക്കെ, ഒരു ഇംഗ്ലീഷുകാരൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെയുണ്ട് മിസ്റ്റർ? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഭക്ഷണം കഴിച്ച് എല്ലാം വൃത്തിയായിട്ട് കഴിച്ചു കഴിഞ്ഞു. നല്ല ഷാറുഖ് ഖാന്റെ പാട്ടാണ് ഗൈസ് ഈ ഹോട്ടൽ. ദീർഘ ശ്വാസം കേട്ടാൽ അറിയാൻ പാടില്ല. നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പക്ഷെ പഞ്ചാബി ഫുഡ്. അതെ, ഇവിടെ അല്ലെങ്കിലും ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡായിരിക്കും. സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലം വളരെ കുറവാണ്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബാക്കി പാഴ്സൽ ചെയ്തു. ഇപ്പം ആ കൂട് ആർക്കും പിടിക്കാൻ പറ്റില്ല, അതിൻ്റെ തമ്മിത്തലാണ്. ഗായ്സ്, നമ്മളിതാ സിനിമയ്ക്ക് കയറിയിരിക്കുകയാണ്. നമുക്ക് പോകുമ്പോൾ സെറ്റപ്പ് ആണ്. ഇങ്ങനെ മലന്ന് കിടന്നൊക്കെ കാണാൻ പറ്റും. അത് അതിൻ്റെ ഹാപ്പിനെസ്സിലാണ്. അതെ അതെ, കാലിങ്ങനെ പൊക്കി വെച്ചിരിക്കാം. അപ്പൊ നമ്മളെ ബ്ലോഗ് നമ്മള് പുഷ്പ കഴിഞ്ഞിട്ട് വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുഷ്പ 2 കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 3 മണിയായപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? കിട്ടിയില്ല ഒന്നോടെ. കുഞ്ഞു ഉറക്കമായിരുന്നു. ഉച്ച ഒന്നും കൂടി കാണിച്ച് ഇവിടെ എല്ലാം ഇട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ചെറിയ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. നീ പിടിച്ച് ഞങ്ങൾ ടാറ്റ കൊടുക്കും.